ചാനലിലേക്ക് സ്വാഗതം. രാവിലെ വേണ്ട പൊങ്കാലയ്ക്ക് പോകാനായിട്ട് ചന്തുവും ചിക്കുമൊക്കെ എത്തിയിട്ടുണ്ട്. ജാനി നന്നൊക്കെ ഉണർന്നതേ ഉള്ളായിരുന്നു. ഇനി രണ്ടുപേരും കൂടെ ഉണ്ട് കേട്ടോ, പാറും കവില്, അവരും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാനും ചിപ്പി, അങ്ങനെ എല്ലാവരും കൂടെ ഞങ്ങൾ 6 പേരൂടെ കാട്ടിലമ്പലത്തിലോട്ട് പോവുക. കുറച്ച് ദിവസമായിട്ട് പൊങ്കാല ഇടാനായിട്ട് ഒരുങ്ങി ഇരുന്നിരുന്ന് ലാസ്റ്റ് മഴ എത്തിയപ്പോഴാണ് എല്ലാവർക്കും സമയം കിട്ടിയത്. രാവിലെ നല്ല പെരും മഴയായിരുന്നു. അന്നേരം പോകാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന സമയത്ത് മഴ തോന്നി നിന്നത്. പക്ഷെ റോഡിലൊക്കെ അവിടെ ഇവിടെ എല്ലാം വെള്ളമായിരുന്നു. എന്നാലും ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളങ്ങ് അമ്പലത്തിൽ ചെന്നിട്ട് മഴ പെയ്താലും വേണ്ടി ഇതിനുള്ളിൽ മഴ പെയ്ത് നനഞ്ഞല്ല, അല്ലെങ്കിൽ പൊങ്കാലയുടെ പൊത്താൻ വരെ നനഞ്ഞു പോത്തില്ലേ. എല്ലാവരും കൂടെ രാവിലെ 7 മണിക്ക് പോകും 7:30 പോകും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 8:30 ആയി. ജാനിയും കൂടെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ മഴ ആയതുകൊണ്ടാണ് മടിച്ചത്. പിന്നെ മഴ തോർന്നിട്ട് പോകാമെന്നും പറഞ്ഞ ദിവസം അങ്ങോട്ട് നീട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴെങ്കിലും പോകാൻ പറ്റത്തില്ല. ഇനി അങ്ങോട്ട് പിന്നെ മഴക്കാലം ആയിരിക്കുമല്ലോ. വീട്ടിൽ നിന്ന് 1/2 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ അമ്പലത്തിലെത്താൻ. അങ്ങനെ എന്തായാലും മഴ ആദ്യം നനയാതെ അമ്പലത്തിലെത്തിച്ചേർന്ന് പിന്നെന്തായാലും നേരെ ചെന്ന് രസീതൊക്കെ എഴുതിയിട്ട് ആദ്യമേ തന്നെ അമ്പലത്തിൽ കയറി അങ്ങ് തൊഴുതിട്ട് വേണമല്ലോ പൊങ്കാല ഇടാനായിട്ട്. പൊങ്കാലയുടെ രസീത് കൈ വെച്ചിട്ട് മണിക്ക് രസീത് എഴുതിയിട്ടുണ്ടായിരുന്നു, മണി കെട്ടുന്നതിനായിട്ട്. ആ രസീത് ഞങ്ങൾ മേടിച്ചില്ല. പൊങ്കാലയൊക്കെ ഇട്ടിട്ട് സമാധാനത്തോടെ വന്ന് മണിയൊക്കെ കെട്ടിയിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. മണി കെട്ടുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ കാട്ടിലമ്പലത്തിലെ ഒരു പ്രധാന വഴിപാടായിട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് അവിടെ മണി കെട്ടിക്കഴിഞ്ഞാൽ അത് ദേവി നടപ്പാക്കി തരുമെന്നാണ് ഐതിഹ്യം. ഞാനും ചിപ്പയൊക്കെ തലേന്ന് ഓച്ചറയിൽ പോയി കലവ് സാധനമൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇവർ സാധനങ്ങളൊക്കെ മേടിച്ചു, പക്ഷെ കലം മേടിച്ചിട്ടില്ലെന്ന്. അതുകൊണ്ട് നമ്മൾ അമ്പലത്തിനടുത്ത് തന്നെയുള്ള ഒരു കടയിൽ കലം നോക്കാൻ കയറിയിട്ടുണ്ട്. ചന്തുവിനും ചിക്കുവിനും പാറുവിനും കലം വേണം. അവർ 3 പേരും പൊങ്കാല ഇടുന്നുണ്ട്. ആ കടയിലെ ചേച്ചിയാണ് ഓരോ കലം എടുത്ത് അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് നോക്കിയിട്ട് ചോരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയാണ് നമുക്ക് കലം തന്നത്. അങ്ങനെ 3 കലം അവിടുന്ന് മേടിച്ച്. ഇവിടെ നമുക്ക് അമ്പലം തുറന്നിരിക്കുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും വന്ന് പൊങ്കാല ഇടാൻ കേട്ടോ. ഇവിടെ പൊങ്കാല ഇടാനൊരു ഷെഡ് പോലെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മഴയായാലും നമുക്ക് നനയാതിരുന്ന് പൊങ്കാല ഇടാൻ പറ്റും. ഇവിടെ അങ്ങനെ ദിവസം നോക്കിയൊന്നുമല്ല കേട്ടോ ആളുകൾ പൊങ്കാല ഇടാൻ വരുന്നത്. മിക്ക ദിവസങ്ങളിലും പൊങ്കാല ഇടാൻ നല്ല തിരക്കായിരിക്കും. ഞങ്ങൾ ആദ്യം ചെന്ന പാടെ തന്നെ കൈ കൊണ്ടുവന്ന് പൊത്താനും പൊങ്കാല സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഷെഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് സ്ഥലം പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കലമൊക്കെ മേടിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ അടുപ്പൊക്കെ കത്തിക്കുന്നിടം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ തന്നെ ചൂല് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അത് വെച്ച് തൂത്ത് വരായിരുന്നു. അപ്പം ചിപ്പി അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി. അങ്ങനെ ഞങ്ങൾ അടുപ്പൊക്കെ കത്തിച്ച് പൊങ്കാലക്കലം വെച്ച് ഞങ്ങൾ മൊത്തത്തിൽ 5 പേര് പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പൊങ്കാലയ്ക്കായിട്ട് ചെന്ന സമയത്ത് കുറേ പേര് ഇട്ടിട്ട് പോകുന്നുണ്ടായിരുന്നു. വെളുപ്പിനെയൊക്കെ വന്ന് പൊങ്കാല ഇടുന്നവരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇട്ടുകൊണ്ടിരുന്നപ്പോഴും ഒത്തിരി പേര് വന്ന്, അതുകൊണ്ട് ആളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പേരൊക്കെ വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ പോയി പൊങ്കാല ഇടാറുണ്ട് കേട്ടോ. പക്ഷെ ആദ്യമായിട്ടാണ് ഈ പ്രാവശ്യം എല്ലാവരും കൂടെ പോയത്. അല്ലെങ്കിൽ ഒരാൾ വരുമ്പോൾ ഒരാൾ കാണത്തില്ല. ഈ പ്രാവശ്യം എന്തായാലും പ്ലാൻ ചെയ്ത് ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റിയെന്നുള്ളത് തന്നെ വലിയ സന്തോഷമായിരുന്നു. പൊങ്കാല ഇടാൻ പോകുന്നൊരുങ്ങിയതിൻ്റെ തലേ ദിവസവും അതിൻ്റെ മുന്നത്തെ ദിവസവും എല്ലാം മഴയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ കൊതുമ്പൊന്നൊന്ന് വെയിലത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ പറ്റിയില്ല. നേരത്തെ ഈ പൊത്താമ്പരയിൽ പിറക്കി വെച്ചേക്കുന്നതല്ലേ. അപ്പം അതുകൊണ്ട് ചെറിയൊരു തണുപ്പുള്ളതുകൊണ്ട് കത്തി വരാൻ ഇച്ചിരി പാടായിരുന്നു. പിന്നെന്തായാലും ചൂട്ട് ഓലക്കാലും എല്ലാം വെച്ച് കത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങ് ചൂട് പിടിച്ചത് കൊണ്ട് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടന്ന് ഓരോരുത്തരുടെ കലം വീതം തിളയ്ക്കാൻ തുടങ്ങി. തിളച്ച് കഴിഞ്ഞപ്പം പിന്നെ അരിയൊക്കെ ഇട്ട് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് അങ്ങനെ എന്തായാലും പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു. ഇതിൻ്റെ ഇടയ്ക്ക് മഴ ചെറുതായിട്ടൊക്കെ പൊടിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ മനസ്സിൽ പറഞ്ഞോ മഴ ഉറച്ച് പെയ്യാതിരുന്നാൽ മതിയായിരുന്നു, കാരണം തിരിച്ച് വീട്ടിൽ പോകണ്ടേ. അങ്ങനെ മനസ്സിലങ്ങോട്ട് വിചാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്നൊരു കാറ്റും മഴയും. കാറ്റെന്ന് വെച്ചാൽ ഒരു അപാര കാറ്റായിരുന്നു. ചിക്കുവാണെങ്കിൽ അറ്റത്തിരുന്നുകൊണ്ട് ആദ്യമേ തന്നെ അവൻ്റെ അടുപ്പിലോട്ട് തന്നെ വെള്ളം അടിച്ച് കയറിയത്. പിന്നെ ഞങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരുന്നവരുടെ അടുപ്പിലെല്ലാം വെള്ളം അടിച്ച് കയറി തീ വരെ അണഞ്ഞു പോയി. അവരൊക്കെ പിന്നെ അടുപ്പ് മാറിയിട്ട് പിന്നെ ആദ്യം തൊട്ട് തീ കത്തിച്ചിട്ട് പൊങ്കാല ഇടേണ്ടി വന്നു. ഞങ്ങളെന്തായാലും ഇട്ട് തീർന്ന സമയത്ത് മഴ പെയ്തത് വലിയൊരു അനുഗ്രഹമായി. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളും അടുപ്പൊക്കെ മാറി വേറെ മാറേണ്ടി വന്നേനെ. അതുകൊണ്ട് മഴ പെയ്തെങ്കിൽ ഞങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വന്നില്ല. അങ്ങനെ എന്തായാലും ഞങ്ങൾ പൊങ്കാലയെല്ലാം ഇട്ട് കഴിഞ്ഞു. എന്നിട്ടുണ്ടോ മഴ തോരുന്നു. കുറേ നേരം അവിടെ നിന്ന് പൊങ്കാലക്കലം അടച്ചു വെച്ച വാഴയില വരെ കുറച്ച് കഴിഞ്ഞ് കാറ്റത്ത് പറന്നുപോയി. പിന്നെയും എടുത്തു വെക്കും, പിന്നെയും പറക്കു വെക്കും. അങ്ങനെ ആ പടം ഒടുക്കത്തെ കാറ്റായിരുന്നു. പിന്നെന്തോലും മഴ തോരുന്നത് നോക്കി നിന്നാൽ ശരിയാവത്തില്ലെന്നും പറഞ്ഞ് നമുക്ക് മണി കെട്ടണ്ടേ. അപ്പം പിന്നെ കൗണ്ടറിൽ പോയി മണി മേടിച്ച്. വേറൊരു തമാശയെന്ന് വെച്ചാൽ ആരും ഒരു കുട പോലും എടുത്തില്ല മഴയായിട്ട് ഇറങ്ങിയിട്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴയില്ലായിരുന്നല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ വിളിച്ച് കുഞ്ഞെന്തോ എടുക്കുന്നത് ചോദിക്കാൻ ചിപ്പി വിളിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു അവിടെങ്ങും മഴയൊന്നുമില്ല, അവിടെ ചെറുതായിട്ട് ചാറിയതേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഒടുക്കത്തെ മഴയില്ലായിരുന്നു. പിന്നെ ഇച്ചിരി തുള്ളി വെച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ച് മണിയും കെട്ടാവുന്നു. ഇനിയും വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ സമയം ഒത്തിരി ആകത്തില്ല. ഇപ്പം തന്നെ ഒരുപാട് സമയമായി. അന്നേരവും മഴ ചാറുന്നുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഞങ്ങൾ വിചാരിച്ച്
പോയി കഞ്ഞി കുടിച്ചിട്ട് പോകാമെന്ന്. എന്തായാലും വന്നേല, രാവിലെ ഒന്നും കഴിക്കാതെ വന്നേല. അപ്പം ഇവിടെ എല്ലാ ദിവസവും കഞ്ഞിയാണ് കേട്ടോ. അപ്പം കഞ്ഞിയും കൂടെ കുടിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും മഴയത്ത് നനഞ്ഞ കോഴിയുടെ കണക്കായിരുന്നു എല്ലാവരും കേട്ടോ. മൊത്തത്തിൽ തലയൊക്കെ നനഞ്ഞു. പിന്നെ എന്നാലും കുഴപ്പമില്ല, പൊങ്കാല ഇട്ട് തീർക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷവും സംതൃപ്തി എന്തായാലും എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഹാപ്പിയായിരുന്നു. അങ്ങനെ മഴയത്ത് ചൂട് കഞ്ഞിയൊക്കെ കുടിച്ച് പൊങ്കാലയൊക്കെ ഇട്ട് സന്തോഷമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അമ്പലത്തിലോട്ട് നമ്മൾ പോകുന്ന വഴിക്കും തിരിച്ചു പോകുന്ന വഴിക്കും എല്ലാം നമുക്കിങ്ങനെ കടല് കണ്ടോണ്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാം. എന്തായാലും മഴ പെയ്തെങ്കിലും പൊങ്കാല ഇട്ട് തീർക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷത്തോടെ എല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയുള്ള വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.